പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഈ അത്ഭുത ദേവാലയത്തിലെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രാർത്ഥനയോട് ചേർത്ത് നിങ്ങളെല്ലാവരെയും ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് ഞാൻ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കളിലേക്കും ഈ അൾത്താരയുടെ അനുഗ്രഹം, ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അഭിഷേകം, ഈ പള്ളിയുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ അന്തോനീസിൻ്റെ വലിയ മാധ്യസ്ഥ സഹായം നിങ്ങളുടെ എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ എല്ലാ യാത്രകളെയും ഇന്ന് സമർപ്പിക്കുക. അപകടങ്ങളിൽ നിന്നും, അസ്വസ്ഥതകളിൽ നിന്നും, പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും, ശത്രുക്കളിൽ നിന്നും നിങ്ങളെയും നിങ്ങളുടെ യാത്രകളെയും കർത്താവ് പരിപാലിക്കട്ടെ. ചിലരുടെ വാഹനങ്ങൾ എപ്പോഴും പണിമുടക്കുന്നു, എപ്പോഴും അപകടങ്ങളിൽപ്പെടുന്നു. വർക്ക്ഷോപ്പിൽ നിന്ന് മാറാനായിട്ട് സമയമില്ല. കർത്താവേ, അങ്ങയുടെ ആത്മാവ് ആ പാവപ്പെട്ട മക്കളുടെ ഭവനങ്ങളിലേക്ക് കടന്നു ചെന്ന് അവരുടെ യാത്രയുടെ ഉപകരണമായ എല്ലാ വാഹനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിരന്തരമുള്ള കേടുകളും അപകടങ്ങളും അസ്വസ്ഥതകളും ഇന്ന് വിട്ടുമാറട്ടെ. വാഹനങ്ങളുടെ മുൻപിൽ വിശുദ്ധ മിഖായേലും, വാഹനങ്ങളുടെ ഇരുവശങ്ങളിൽ വിശുദ്ധ ഗബ്രിയേലും റഫേലും 3 മാലാഖമാരും വാഹനത്തിന് പിറകിലും കാവലുണ്ടാകട്ടെ. അങ്ങനെ എല്ലാ ദുഷ്ടാരൂപികളിൽ നിന്ന് നിങ്ങളുടെ യാത്രകളെ കർത്താവ് കാത്തു പരിപാലിക്കട്ടെ. കുഴികളിൽ വീഴാതെ, അപകടങ്ങളിൽ വീഴാതെ ലക്ഷ്യസ്ഥാനത്തെത്താൻ കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. യാത്രാവേളയിലെ സംരക്ഷകനായ വിശുദ്ധ ക്രിസ്റ്റഫർ നിങ്ങളുടെ യാത്രകളെ ആശീർവദിക്കട്ടെ. പ്ലെയിൻ യാത്രക്കാർ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ട്രെയിൻ യാത്രക്കാരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബസ്സിലും കാറിലും ഓട്ടോറിക്ഷയിലും ബൈക്കിലും ഒക്കെ യാത്ര ചെയ്യുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൈക്കിൾ യാത്രക്കാരെയും കാൽനട യാത്രക്കാരെയും എല്ലാം കർത്താവ് കാത്തു പരിപാലിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, വിദേശത്തേക്ക് പോയിട്ടുള്ള നമ്മുടെ മക്കളെ ഇന്ന് ഓർക്കുക. അവരവിടെ പലരും പല ജീവിത സാഹചര്യങ്ങളിലാണ്. ചില മറ്റ് വ്യക്തികളുടെ കൂടെ റൂമൊക്കെ ഷെയർ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. ആ സമയത്ത് വിശുദ്ധി നഷ്ടപ്പെടാതെ, ദൈവകൃപ നഷ്ടപ്പെടാതെ ആ മക്കളൊക്കെ കാത്തു പരിപാലിക്കപ്പെടാനായി നമുക്ക് പ്രാർത്ഥിക്കാം. അപകടങ്ങളിൽ വീഴാതിരിക്കാൻ, തെറ്റായ ബന്ധങ്ങളിൽ വീഴാതിരിക്കാൻ, മദ്യത്തിന് ലഹരിക്ക് വീഴാതിരിക്കാൻ, തെറ്റായ വ്യക്തികളുമായുള്ള സൗഹൃദങ്ങളൊക്കെ ബോധപൂർവം ഉപേക്ഷിക്കാനും, നല്ല വ്യക്തികളെ അവർക്ക് കിട്ടുവാനും, അവർക്ക് നല്ല ജോലി കിട്ടാനും, വഴികളൊക്കെ തുറന്നു കിട്ടാനും ദൈവം ഇന്ന് അവരെ അനുഗ്രഹിക്കട്ടെ. അവർക്ക് നല്ല ആരോഗ്യം കൊടുക്കട്ടെ. കാരണം യൂറോപ്യൻ രാജ്യങ്ങളിലും പടിഞ്ഞാറൻ രാജ്യങ്ങളിലും ഒരു അസുഖം വന്നാൽ നമ്മുടെ നാട് പോലെ പെട്ടെന്ന് ഡോക്ടറിനെ കാണാൻ സാധിക്കില്ല. രോഗപീഠകളിൽ നിന്ന് വിദേശങ്ങളിലുള്ള എല്ലാ മക്കളും പ്രത്യേകം പരിപാലിക്കപ്പെടാൻ, പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അനേക സഹോദരിമാരുണ്ട്. അവരുടെ പലവിധ പീഡകളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവരുണ്ട്. നല്ല ജോലി കിട്ടാതെ, ആഗ്രഹിച്ച ജോലി കിട്ടാതെ ഒരുപാട് കടങ്ങളൊക്കെ എടുത്ത് വിദേശത്ത് പോയി ഇപ്പോഴും ഒരു കാര്യം ശരിയാകാതെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും വന്നതുപോലെ തന്നെ ഇരിക്കുന്ന അവസ്ഥയുള്ള ഒരുപാട് മക്കളുണ്ട്. അവരുടെ മേൽ ഇന്ന് അവരുടെ ബന്ധനങ്ങളും അവരുടെ തടസ്സങ്ങളും അവരുടെ ഉയർച്ചയെ തടസ്സപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള എനർജികൾ ഉണ്ടെങ്കിൽ അവയെല്ലാം വിട്ടുമാറി കർത്താവ് യേശുവിൻ്റെ വലിയ അനുഗ്രഹം, വലിയ അഭിഷേകം ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ അവർക്ക് ലഭിക്കട്ടെ. അതുപോലെ വിദേശത്ത് കുടുംബങ്ങളായി ജീവിക്കുന്ന വ്യക്തികൾ അവരുടെ കുടുംബങ്ങളെ സമർപ്പിക്കുക. കുടുംബങ്ങൾ പ്രത്യേകം അനുഗ്രഹിക്കപ്പെടട്ടെ. വിശ്വസ്തത അവർക്ക് ലഭിക്കട്ടെ. വിശ്വസ്തതയ്ക്കെതിരായി വരുന്ന
എല്ലാ നാരകീയ അന്ധകാര സാത്താൻ ശക്തികളെ കുടുംബം തകർക്കാനായി വിദേശങ്ങളിലുള്ളതും ഇവിടെയുള്ളതുമായ കുടുംബങ്ങളിലേക്ക് നുഴഞ്ഞു കയറുന്ന തെറ്റായ ബന്ധങ്ങൾ, തെറ്റായ ചിന്തകൾ, സ്വാർത്ഥതകൾ, ഞാനെന്ന ഭാവം, മദ്യപാനം, ലഹരി, സ്വന്തം സുഖമന്വേഷിക്കുന്ന അവസ്ഥ, ഇതൊക്കെ മാറി ആത്മാവിൽ നിറയപ്പെടട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ മക്കളെയും നമ്മുടെ കുടുംബങ്ങളുടെയും സമാധാനത്തിന് ഭംഗം വരുന്ന എല്ലാ കാര്യങ്ങളും വിട്ടുമാറട്ടെ. ഒരു അപ്പനും അമ്മയും നിരന്തരം പ്രാർത്ഥിക്കുന്നത് വിദേശത്ത് പോയ ഒരു മകൻ പിന്നീട് ഒരിക്കലും അപ്പനെ അമ്മനെയും വിളിക്കുന്നില്ല. അവനവിടെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. അവനെ കണ്ടുകിട്ടാൻ വേണ്ടി ഒരപ്പൻ്റെ അമ്മയുടെ കണ്ണുനീര് എൻ്റെ മുൻപിലുണ്ട്. ഞാനത് കണ്ടിട്ടുണ്ട്. ആ കണ്ണുനീരും ആ നെടുവീർപ്പുകളും യഥാർത്ഥത്തിൽ യേശുവിൻ്റെ മുമ്പിലേക്കാണ് അവർ സമർപ്പിച്ചത്. ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ സന്നിഹിതനായിരിക്കുന്ന കർത്താവായ ദൈവത്തിൻ്റെ മുൻപിൽ ഇതേപോലെ അകന്ന് മക്കളുടെ സ്നേഹം കിട്ടാതെ, മക്കളെക്കുറിച്ചൊന്നും അറിയാൻ പറ്റാതെ അങ്ങനെ വേദനിക്കുന്ന എല്ലാം ഉണ്ടായിട്ടും മക്കളെക്കുറിച്ചൊരു അറിവില്ലാതെ അവരെവിടെയാണ്, എന്താണ് അവരുടെ ജീവിതം എന്തെന്ന് പോലും മാതാപിതാക്കൾക്ക് അറിയാൻ പറ്റുന്നില്ല. ബോധപൂർവം മാതാപിതാക്കളിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന അവരുടെ മേൽ ഇതൊരു പൈശാചികതയാണ്, ഇതൊരു സാത്താനാണ്, ഇതൊരു തിന്മയാണ് എന്ന് തിരിച്ചറിയാനുള്ള സുബോധം അത്തരത്തിൽ ബോധപൂർവം ജീവിക്കുന്നവർക്ക് ലഭിക്കാനും അങ്ങനെ ഈ പ്രാർത്ഥനയിലൂടെ അവർക്കെല്ലാം വിടുതൽ ലഭിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, സാമ്പത്തിക മേഖലകൾ വലിയ പ്രോബ്ലമായി മാറിക്കൊണ്ടിരിക്കുക. എത്രയോ പേര് കടബാധ്യതയാണ്. കടങ്ങൾ മാറാത്തതിന് മറ്റെല്ലാ കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ പല കുടുംബങ്ങളുടെ മുകളിൽ സാത്താൻ ആവാസം ഉറപ്പിച്ചിരിക്കുക. ചിലരുടെ സമ്പത്തിൻ്റെ മേല് വലിയൊരു പാറക്കല്ല് വെച്ച് അതിൻ്റെ മുകളിൽ സാത്താൻ ഇരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. അവരുടെ കച്ചവടങ്ങൾ ഉയരുന്നില്ല, കച്ചവടങ്ങൾ നടക്കുന്നില്ല, തൊഴിൽ മേഖലകളിൽ ഉയർച്ചയുണ്ടാകുന്നില്ല. കടങ്ങളോടെ കടങ്ങൾ, ഒരു കടം മാറുമ്പോൾ വേറൊരു കടം വരുന്നു, ഒരു കാര്യം ചെയ്യുമ്പോൾ വേറൊരു കാര്യം വരുന്നു. അല്പം പൈസ വീട്ടിലിരുന്നാൽ അപ്പോൾ തന്നെ ആശുപത്രി കേസുകൾ വരുന്നു. സാമ്പത്തിക മേഖലകൾ പല വിധത്തിൽ അശുദ്ധമാക്കപ്പെട്ടിരിക്കുന്ന മേഖലകളിൽ ദുരാത്മാക്കളും പ്രകൃതി വിരുദ്ധ ശക്തികളും സാത്താനും അസൂയകളും കൂടോത്രങ്ങളും മന്ത്രവാദങ്ങളും അത്തരത്തിൽ സാമ്പത്തിക മേഖലകളെ തകർക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവയെല്ലാം ഇന്ന് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് ആട്ടിപ്പായിക്കുകയാണ്. കുടുംബ സമാധാനത്തിന് തടസ്സമായിട്ട് വരുന്ന കോപം, മദ്യപാനം, ലഹരി, വഴക്ക്, ബഹളം, സ്വാർത്ഥത, അഹങ്കാരം, തലക്കനം, സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ, കഴിവില്ലാത്ത അവസ്ഥ, മറ്റു പലവിധ കുടുംബ പ്രശ്നങ്ങൾ, ഇതിലെല്ലാം മുതലെടുക്കാനായി സാത്താൻ വരും. നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ ഇത് മുതലെടുക്കാൻ സാത്താൻ വരുമ്പോഴാണ് അത് പരിഹരിക്കാനാവാത്ത വിധത്തിൽ ക്യാൻസർ പോലെ കിടക്കുന്നത്. ഇന്ന് അത്തരത്തിലുള്ള പ്രതിഭാസങ്ങളെ കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ കത്തോലിക്ക സഭയുടെ ശക്തിയാൽ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് ഉച്ചാടനം ചെയ്ത് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് ലഭിച്ച വചനം സങ്കീർത്തനമാണ്. 81-ാം അധ്യായം 1-2 വചനമാണ്. നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി പുകഴ്ത്തുവിൻ. ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ബോധ്യമെന്ന് പറയുന്നത് കർത്താവാണ് ഏറ്റവും വലിയ ഡോക്ടർ, കർത്താവാണ് സകലത്തിൻ്റെയും അതിനാഥൻ, കാറ്റിൻ്റെ ചെറുകളിൽ സഞ്ചരിക്കുന്ന ലോകത്തിൻ്റെ നിയന്ത്രതാവ്. അവിടെ നിന്നറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ കർത്താവിൻ്റെ നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തില് പാടി പുകഴ്ത്തുവിൻ. യാക്കോബിന്റെ ദൈവത്തിന് ആനന്ദത്തോടെ ആർപ്പ് വിളിക്കുവിൻ. പൂർണ്ണ ഹൃദയത്തോടെ സർവശക്തിയോടെ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന, നമുക്ക് വിടുതൽ നൽകുന്ന, രോഗശാന്തി നൽകുന്ന ആ ദൈവത്തിന് ഉച്ചത്തില്
ആർപ്പ് വിളിക്കുവിൻ, തപ്പുകൊട്ടിയും കിന്നരവും വീണയും ഇമ്പമായി വീട്ടിയും ഗാനമുയർത്തിയും അവനെ സ്തുതിക്കുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവിനെ കാണാൻ ശ്രമിച്ചേ. ഡെലിവറൻസിന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പായി ആത്മാവിൻ്റെ വലിയൊരു അനോയിന്റിങ്. പരിശുദ്ധാത്മാവിനെ കണ്ട പ്രാവിൻ്റെ രൂപം, തീനാവിൻ്റെ രൂപം, അത് കാറ്റായി, ശക്തിയായി, അഭിഷേകമായി, അനോയിന്റിങ്ങായി നമ്മുടെ എല്ലാവരുടെ മേൽ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ആമേൻ. ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ നാമത്തിലും പുത്രനും കർത്താവുമായ യേശുമിശിഹായുടെ നാമത്തിലും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖേലിൻ്റെയും വിശുദ്ധ ഗബ്രിയേലിൻ്റെയും വിശുദ്ധ റഫേലിൻ്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ടും എൻ്റെ പൗരോഹിത്യത്തിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും ആശ്രയിച്ചുകൊണ്ടും ലിയോ 14 പാപ്പ എനിക്ക് നൽകിയ അധികാരത്തിലും ആശീർവാദത്തിലും എൻ്റെ മെത്രാൻ എനിക്ക് നൽകിയ അധികാരത്തിലും എൻ്റെ നൽകിയ ആശീർവാദത്തിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാ തിന്മയുടെ ശക്തികളോടും ഞാൻ കൽപ്പിക്കുന്നു. എല്ലാ അന്ധകാര ശക്തികളോട് ഞാൻ ആജ്ഞാപിക്കുന്നു, ഈ മക്കളെ വിട്ടുപോ. പൈശാചിക ശക്തികളെ, നാരക ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ, കൈവശ ശക്തികളെ ഈ വചനം കേൾക്കുന്ന മക്കളുടെ ഭവനത്തിനോ സ്ഥാപനത്തിനോ സ്ഥലത്തോ ഇവരുടെ ജീവിതത്തിലോ ഏതെങ്കിലും വിധത്തിൽ അസ്വസ്ഥതകളോ തടസ്സപ്പെടുത്തലുകളോ തകർച്ചകളോ ഉണ്ടാക്കുന്ന ശക്തികളെ, സ്വാധീനങ്ങളെ കർത്താവായ പരിശുദ്ധമായ നാമത്തിൻ്റെ ശക്തിയെ നിങ്ങളെ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, നിർവീര്യമാക്കുന്നു, ഉച്ചാടനം ചെയ്യുന്നു. ഈ മക്കളുടെ ഭവനത്തിലോ ഇവരുടെ സ്ഥാപനത്തിനോ ഇവരുടെ സ്ഥലത്തോ പ്രവേശിച്ചു പോകരുതെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഉച്ചാടനം ചെയ്ത് കൽപ്പിക്കുന്നു. കർത്താവിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് തിന്മയുടെ അരൂപികളെ ആട്ടിപ്പായിക്കുന്നു. ഇനിമേൽ ഈ ഇവരുടെ ഭവനത്തിനോ സ്ഥാപനത്തിനോ സ്ഥലത്തോ പ്രവേശിച്ചു പോകരുതെന്ന് കർത്താവായ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ, കർത്താവിൻ്റെ തിരുരക്തത്താൽ ഇവരുടെ വീട്, പറമ്പ്, സ്ഥാപനങ്ങൾ സംരക്ഷണം ലഭിക്കട്ടെ. ഈ പള്ളിയുടെ മധ്യസ്ഥയായ ദൈവമാതാവിൻ്റെ കൃപയും ഇടവകയിലെ പ്രത്യേക മധ്യസ്ഥന വിശുദ്ധ അന്തോനീസിന്റെ പ്രാർത്ഥന അഭിഷേകവും ഇന്ന് നിങ്ങളുടെ മേൽ, എല്ലാവരുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ്, അത്ഭുതകരമായ വിടുതൽ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, അച്ഛൻ 15, 16, 17 തീയതികളിൽ നെയ്യാറ്റിൻകരയിൽ കർമ്മലമാതാവിൻ്റെ പള്ളി മരിയാപുരം എന്ന സ്ഥലത്ത് കർമ്മലമാതാവിൻ്റെ പള്ളിയിൽ 3 ദിവസത്തെ ധ്യാനം നയിക്കുകയാണ്. അവിടെ ആ ഭാഗത്തുള്ള എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് തിരുവനന്തപുരം, നെയ്യാറ്റിൻകര, അവിടെ അങ്ങ് തെക്ക് അങ്ങേ അറ്റത്തുള്ള ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും, സാധിക്കുന്നവരെ മുഴുവനും ആ പള്ളിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കാൻ ഡെലിവറൻസിൻ്റെ വലിയ ശുശ്രൂഷയാണ് അവിടെ നടക്കാൻ പോകുന്നത്. അങ്ങനെ വലിയ കൃപകൾ നിങ്ങളുടെ മേൽ ലഭിക്കുന്ന ദിവസമാണ്. അതോടൊപ്പം തന്നെ ചൊവ്വാഴ്ച ദിവസം അച്ഛൻ ഇവിടെ ഉണ്ട്. ഈ ചൊവ്വാഴ്ച നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. രാവിലെ 6:45 കുർബാന, അന്തോനീസിനാളിൻ്റെ നൊവേന, തുടർന്ന് ഈശോനെ എഴുന്നള്ളിച്ച് വയ്ക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന, 10 മണിക്ക് അച്ഛൻ്റെ ഒരു വചന പ്രഘോഷണം, ചെറിയ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന, 11:30 മണിക്ക് കുർബാന, അന്തോനീസിനാളിൻ്റെ നൊവേന, തുടർന്ന് വീണ്ടും മധ്യസ്ഥ പ്രാർത്ഥന. അതോടൊപ്പം തന്നെ വൈകുന്നേരം 5 മണിക്ക് ജപമാല, 5:30 മണിക്ക് കുർബാന. പ്രിയപ്പെട്ട മക്കളെ, 6 മണി മുതൽ 8 മണി വരെ ഡെലിവറൻസിൻ്റെ രോഗശാന്തിയുടെ ശുശ്രൂഷ. 8 മണിക്ക് അന്തോനീസിനാളിൻ്റെ നൊവേന, നേർച്ച ഭക്ഷണം, നേർച്ചക്കഞ്ഞി. പ്രിയപ്പെട്ടവരെ, ഇപ്രാവശ്യത്തെ നേർച്ചക്കഞ്ഞി നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ മലേഷ്യയിൽ ആൻഡ്രൂസ് എന്ന് പറയുന്ന അവരുടെ കുടുംബമാണ്. ആ കുടുംബത്തെ ഈ പ്രാർത്ഥന നമുക്ക് പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ
ആമേൻ.